Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൻ മന്തിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഈസി ആയി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 3 പച്ചമുളക് ചെറുതായി മുറിച്ചത്, ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, 1 ടീസ്പൂൺ മല്ലിയില പുതിനയില, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ചിക്കൻ സ്റ്റോക്ക്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, എന്നിവ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്ക് ഒരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 3/4 മണിക്കൂർ വരെ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് കുക്കറിലും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്കായ, 3 കരയാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണങ്ങിയ നാരങ്ങ, 1 ചിക്കൻ സ്റ്റോക്ക്, 1 ടീസ്പൂൺ മന്തി മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. മന്തി മസാലയും ചിക്കൻ സ്റ്റോക്കും ഓപ്ഷണൽ ആണ്. റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്തി വെച്ച 3/4 കിലോ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി ഇത് മൂടി വെച്ച് 85% നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുന്ന റൈസ് ഒരു കാരണവശാലും തണുത്തു പോകരുത്. ഇതേ ചൂടിൽ തന്നെ നമുക്കിത് ദം ചെയ്തെടുക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ റൈസ് പാകത്തിന് വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റിയെടുക്കാം. ഇത് നമുക്ക് റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഓയിൽ നമുക്ക് ദം ചെയ്യുമ്പോൾ റൈസിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മസാലയുടെ മുകളിലായി നമുക്ക് ഒരു ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി റൈസിന് മുകളിലായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന
ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഓയിലും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുത്തി കൊടുക്കാം. നമ്മുടെ റൈസ് ദം ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ചാർക്കോൾ കത്തിച്ച് വെക്കാം. അതിൻ്റെ മുകളിലായി 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അടിയിലൊരു തവ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ അടിയിലെ മസാല എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.